അസ്സലാമലൈക്കും. സീനാസ് ഫുഡ് ഡയറീസിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഇതൊരു പ്രത്യേക രീതിയിൽ പൊരിച്ചെടുക്കുന്നതാണ്. വളരെ ക്രിസ്പിയുമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനിതാ ഒരു 300 ഗ്രാം ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ മൂന്നും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത പേസ്റ്റ് നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. 3/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണേ. കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കോഴിമുട്ടയാണ് കേട്ടോ. അത് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിരിക്കും ഈ കോഴിമുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇത് കോഴിമുട്ട ചേർത്ത് ഫ്രൈ ചെയ്താൽ ഇതിൽ പുരട്ടി എടുക്കുന്ന മസാലകളൊന്നും ഇളകി പോകില്ല കേട്ടോ. നന്നായിട്ട് ഇതിൽ ചിക്കനുമായിട്ട് ചേർന്നിരിക്കും. അപ്പോൾ നമുക്ക് ഈ കോഴിമുട്ടയും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ദാ കോഴിമുട്ടയും കോൺഫ്ലവറും മസാലപ്പൊടികളും ഉപ്പും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇതാ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇതിപ്പോൾ അരമണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്ത് പൊരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. നല്ല മണമൊക്കെ ആയിരിക്കും. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കൻ എല്ലാം ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 6-7 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ഫ്രൈ ആവാൻ വേണ്ടി ഒന്ന് അടച്ച് വെച്ച് മൊരിയിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ എല്ലാം ഇതാ എണ്ണയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടപ്പ് വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ 6-7 മിനിറ്റൊക്കെ ആയപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ചിക്കൻ ഒരു പുറം നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല മണമുണ്ട് കേട്ടോ ഈ സമയം. നമ്മൾ ചേർത്തിരിക്കുന്ന മസാലക്കൂട്ടും അതുപോലെ തന്നെ വെളിച്ചെണ്ണയിലും കൂടി പൊരിച്ചെടുക്കുമ്പോൾ നമ്മുടെ ചിക്കന് നല്ല മണമാണ് കേട്ടോ ഈ സമയം. അപ്പോൾ ആ ചിക്കൻ മൊത്തവും ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും മൂടി വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് നമുക്കിതുപോലെ തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കൻ 2 പുറവും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ് കേട്ടോ. നമ്മുടെ മുട്ടയും കോൺഫ്ലവറും ഒക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട്, പിന്നെ നമ്മൾ ഇതിൽ മുട്ടയും കൂടി ചേർത്തിരിക്കുന്നത് കൊണ്ട് നമ്മുടെ മസാലക്കൂട്ടുകളൊന്നും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒന്നും ഇളകി പോകില്ല. നന്നായിട്ട് പറ്റി പിടിച്ചിരിക്കും. നല്ല ക്രിസ്പിയുമാണ്. എത്ര നേരം വേണമെങ്കിലും ഇത് ക്രിസ്പിനെസ്സിനോട് കൂടി തന്നെ ഇരുന്നു കൊള്ളും. അപ്പോൾ നമുക്ക് ഫ്രൈ ഓരോന്നുമായിട്ട് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കൂ. മസാല പുരട്ടുന്ന സമയത്ത് ഒരു കോഴിമുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുത്ത് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അരമണിക്കൂർ മാരിനേറ്റും കൂടി ചെയ്തെടുത്തിട്ട് പൊരിച്ചെടുത്താൽ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റോട് കൂടിയ ഒരു ചിക്കൻ ഫ്രൈ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്താലും മീൻ ഫ്രൈ ഒക്കെ ചെയ്താലും നമ്മൾ മുരിഞ്ഞ് കഴിഞ്ഞിട്ട് ഉടനെ നമ്മൾ എടുക്കുന്നതിന് മുമ്പ് ഫ്ലെയിം ഓഫ് ആക്കരുത്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമ്മൾ ഈ ചിക്കൻ ഓരോന്നും പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റണം. അല്ലെങ്കിൽ പെട്ടെന്ന് എണ്ണ കുടിക്കും. അപ്പോൾ നമ്മുടെ ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം പ്ലേറ്റിലേക്ക് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടമാകും. ഇത് എത്ര നേരം വേണമെങ്കിലും ക്രിസ്പിനെസ് ആയിട്ടിരിക്കും കേട്ടോ. ഇത് എല്ലാത്തരം പലഹാരത്തിൻ്റെയും നല്ല കോംബോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ആ തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് എത്തും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക്